ഒക്കെ ഉണ്ടാവാനായിട്ട്. അപ്പം ഞാൻ ഇനി ഇത് കവർ ചെയ്യാൻ പോണത് ബട്ടർ ക്രീം വെച്ചിട്ടാണ്. നോർമൽ ബട്ടർ ക്രീം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാനൊരു യെല്ലോ കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ ഓൾറെഡി അതിവിടെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്, ഇതാക്കണ്ടോ. അപ്പം ഞാൻ യെല്ലോ കളറ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് ഈ എഗ്ഗിനെ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് താഴേന്ന് തുടങ്ങാം. എന്നിട്ട് ഫുള്ള് ഫില്ല് ചെയ്തു. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് എഗ്ഗിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നത്. കറക്റ്റ് ഷേപ്പ് ആകുമായിരിക്കും, നോക്കാം നമുക്ക്. എനിക്ക് മറ്റേ കുടമൊക്കെ ഉണ്ടാക്കണ ആളുകളെ ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുക്കണേ. ഞാൻ ആക്കി വരുമ്പോൾ ഏത് ഷേപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുവിധം ഷേപ്പാക്കി എടുത്തു മുട്ടയുടെ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പ് കാണില്ലേ, ഈ ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വിടാം. അധികം ഗ്യാപ്പൊന്നുമില്ല, ഒരു 3 സ്ഥലത്തേ ഉള്ളൂ. അപ്പം അതും കൂടി നമുക്കൊന്ന് ലെവലാക്കി ഇടാം. പിന്നെ മുട്ടയ്ക്ക് ഇവിടെ ഇത്തിരി വളവ് കൂടുതലും ഇവിടെ ഇത്തിരി വളവ് കുറവും, അങ്ങനെ ഉണ്ടാവും. ഇവിടെയോ ഒരു ഇത്തിരി കൂടെ ഉള്ള പോലെ. അപ്പോൾ നമ്മളുടെ മുട്ട റെഡിയായി. ഞാനിവിടെ ഒരു മുട്ടയുടെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുല്ല് നട്ടുപിടിപ്പിക്കാം. ഞാനിത്രയും പതുക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി രാത്രി 11:15, അതുകൊണ്ടാണ് പതുക്കെ സംസാരിക്കുന്നത്. പിന്നെ അപ്പോൾ എൻ്റെ ഐഡിയ ഇതിൻ്റെ ചുറ്റും കുറച്ച് പുല്ല് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പുല്ല് നടാം. ഓക്കെ, അപ്പോൾ ഞാൻ പച്ച പുല്ലിന് വേണ്ടിയുള്ളത് റെഡിയാക്കി. പക്ഷേ എനിക്കിപ്പോൾ തോന്നുക ആദ്യം പുല്ല് നടണ്ട, അതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു വള്ളിച്ചെടി അങ്ങ് നടാമെന്ന്. നടുവല്ല, ഒരു വള്ളിച്ചെടി അങ്ങ് വരയ്ക്കാമെന്ന്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുല്ല് നടാം. ഓക്കെ, കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഞാനിതിന് വേണ്ടി എടുത്തേക്കണത് ഈ ഗ്രീൻ കളറിൽ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു നോസിലാണ് എടുത്തേക്കുന്നത്. ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള നോസിൽ വെച്ച് ഇതേ കാണാമല്ലോ അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു വള്ളി അങ്ങ് വരച്ചു. കണ്ടോ, ഞാനിവിടെ എല്ലാം അങ്ങനെ വള്ളികൾ വരയ്ക്കുക. ഇനി ഇതിന് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ കൊടുക്കാനുള്ളത്. നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം കൊടുക്കാം. എയർ ബബിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൊട്ടിപ്പോണത്. കേട്ടോ, അപ്പോൾ അതൊരു ഇല പോലെയായി. നമുക്ക് അടുത്തത് ഇവിടെ നിന്ന് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഡ്രിപ്പ് ഒഴിക്കാൻ പോവുക. ഗ്ലേസർ ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ആണ്, അത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. കണ്ടോ, ഈ ഫോട്ടോയിലുള്ള പോലെ തന്നെ ഡ്രിപ്പ് ഇടാനായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം ഡ്രിപ്പ് ആകുമെന്നറിയില്ല.
ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പുല്ല് നടാം. താഴേക്ക്. ഇത് ക്ലോസ് ചെയ്ത് വെച്ച് ഓക്കെ. അപ്പോൾ പുല്ല് നടാനായിട്ട് നമുക്ക് ഇതാണ് ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഓട്ടയുള്ള നോസിലാണ് പുല്ല് നടാനായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ എനിക്ക് ഇനിയും ഇതിൽ എന്തൊക്കെയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വെക്കുന്നതിന് ഒന്നുകിലും നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിൽ കുറേ സ്പ്രിങ്കിൾസ് ഇടാം, അല്ലെങ്കിൽ ഈ യെല്ലോ എഗ്ഗിൽ കുറച്ച് സ്പ്രിങ്കിൾസ് വെക്കാം. അപ്പോൾ ഏതാ നല്ലതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനു മുന്നേ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ച് കേക്ക് ഡെക്കോർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ച് കുഞ്ഞു കുഞ്ഞു മാക്രോൺസ് ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ വെക്കുകയോ സൈഡിൽ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് കുറച്ച് ഈസ്റ്റർ സ്പെഷ്യലാണ്. കുഞ്ഞി മുയലും ക്യാരറ്റ്, കുഞ്ഞി എഗ്ഗ് അങ്ങനെയൊക്കെ. അപ്പോൾ അതും ഇതിൻ്റെ സൈഡിലോ മുകളിലോ എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുല്ലുണ്ടാക്കാം, എന്നിട്ട് ഇതിൽ നോക്കാം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു പുല്ല് നടന്നത്. ഇതേ കണ്ടോ, ഈ നോസിൽ കൂടി ഞാൻ ഇതിൻ്റെ മുട്ടയുടെ താഴെയായിട്ട് ഇങ്ങനെ പുല്ല് നമ്മൾ എക്സ്ട്രാ വരുവാണെങ്കിൽ അതങ്ങ് ടിഷ്യൂലോ മറ്റോ തൂത്ത് കളഞ്ഞാൽ മതിയേ. അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ അതവിടെ നിൽക്കും. വലിച്ചു വിട്ടാൽ അത് താഴോട്ട് ഇങ്ങനെ പോകും, വീണ് കിടക്കും. കണ്ടോ, അപ്പം നമ്മുടെ മുട്ട കുറേ ഗ്രാസിൻ്റെ ഉള്ളിൽ ഇരിക്കണത്, നിറച്ച് പുല്ലിൻ്റെ ഉള്ളിൽ മുട്ട ഇരിക്കുന്ന പോലെ കണ്ടോ, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ മുയലിൻ്റെയൊക്കെ വയ്ക്കാം. മുയലും പിന്നെ ക്യാരറ്റ്, പിന്നെ അതിലും 2 മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ നമുക്കിതിനകത്ത് പ്ലേസ് ചെയ്യാം. ആണോ? ഒരു കുഞ്ഞു മുയലുണ്ട്, അവനിവിടെ സിറ്റ് ചെയ്യണ പോലെ ഉണ്ടോ. ഇനി അടുത്തത് പിന്നെ അവിടെ കിടക്കണ പോലെ ഉണ്ടോ. ആരെ മേളി വെക്കും എന്നുള്ളതാണ് ഡൗട്ട്. നമുക്ക് ഇരിക്കണ ആളെ മേളി വെച്ചാലോ? കിടക്കണ ആളെ മേളി വെക്കാം, ഇരിക്കുന്ന ആളെ ഇവിടെ സൈഡിൽ പുല്ലിൽ വെച്ചാലോ? ഇപ്പം നമുക്ക് ഞാൻ സിറ്റ് ചെയ്യണ ആളെ ഇവിടെ സൈഡിൽ പ്ലേസ് ചെയ്തു. അല്ല, ഇനി ഞാൻ ഈ ചാച്ചനാളെ ഉറങ്ങണ ആളെ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഓക്കെ, നടുക്ക് വേണോ സൈഡിൽ വേണോ? ഇങ്ങനെ നടുക്ക് വയ്ക്കാം. നോക്കുമ്പോൾ നടുവ് എവിടെയാണോ? ഇവിടെ. ഓക്കെ, 2 പേരും, ഒരാൾ മുകളിലും ഒരാൾ താഴെ. കുഞ്ഞന്മാരിവിടെ ഇരുന്നു. ഇനി നമുക്ക് ക്യാരറ്റ് വെക്കണം. ഇതിൻ്റെ അടുത്ത് വെച്ചാലോ? ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ക്യാരറ്റ് ഇതിൻ്റെ അടുത്ത് വെച്ചാലോ? ഈ മുട്ട നമുക്ക് ഇവിടെ വെച്ചാൽ ഒരു മുട്ട ഇവിടെ വെക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ 2 മാക്രോൺസ് വെച്ചു. അത് നമുക്ക് ഒരെണ്ണം ഇവിടെ പുല്ലിൽ വെക്കാം, പിന്നെ ഒരെണ്ണം ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. മേലിൽ ഒരെണ്ണം കൂടെ ഇരുന്നിട്ട് ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ കൂടി ഒരെണ്ണം. എന്തോ ഇപ്പം നമ്മളുടെ ഈസ്റ്റർ എഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇടാം. ഗോൾഡ് കളർ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരു ഗോൾഡ്. എൻ്റെ ഒപ്പം നമ്മുടെ ഈസ്റ്റർ എഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സൂപ്പറല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.